അൻവർ MLA ആരോപണങ്ങൾക്ക് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന് ADGP MR അജിത് കുമാറിന്റെ മൊഴി. ഗൂഢാലോചനയിൽ പോലീസ് ഉദ്യോഗസ്ഥരും പങ്കാളികളാണ്. RSS നേതാക്കളെ കണ്ടത് 5 മിനിറ്റ് മാത്രമാണെന്നും കൂടിക്കാഴ്ച സ്വന്തം ഇഷ്ടപ്രകാരമാണ് എന്നുമാണ് മൊഴി. DGP ഷെയ്ഖ് ദർവേസ് സാഹിബിന് നൽകിയ മൊഴിയിലാണ് ഈ വിവരങ്ങൾ ഉള്ളത്. 8 മണിക്കൂറോളം സമയമെടുത്താണ് മൊഴി രേഖപ്പെടുത്തിയത്. തനിക്കെതിരായ ആരോപണം ഗൂഢാലോചനയുടെ ഭാഗം. ഇതിൽ ചില ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ പങ്കാളികളാണ്. താനും അൻവറും തമ്മിൽ പ്രശ്നങ്ങളില്ല. ഇപ്പോൾ ആരോപണമുന്നയിച്ചത് കൃത്യമായ ഗൂഢാലോചന. RSS നേതാക്കളെ കണ്ടത് സ്വന്തം ഇഷ്ടപ്രകാരം. തൃശൂരിൽ സുഹൃത്ത് ജയകുമാറിനൊപ്പം ദത്താത്രേയ ഹൊസവലയെ കണ്ടു, പരിചയപ്പെട്ടു. മുൻ SP ഉണ്ണിരാജൻ സ്ഥലത്തുണ്ടായിരുന്നു. ഇന്ത്യ ടുഡേ പരിപാടിയിൽ കോവളം ലീല ഹോട്ടലിൽ വെച്ചാണ് രാംമാധവിനെ കണ്ടത്. രാവിസ് ഗ്രൂപ്പ് വൈസ് പ്രസിഡന്റ് ആശിഷിനൊപ്പമാണ് പരിചയപ്പെട്ടത്. ജാതിമത രാഷ്ട്രീയ ഭേദമില്ലാതെ നേതാക്കളെ അവസരം കിട്ടുമ്പോൾ പരിചയപ്പെടാറുണ്ട്. ഇത് ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ സഹായകരമാകും. അത് തെറ്റല്ലെന്നും നേതാക്കളെ പരിചയപ്പെടുന്നത് തുടരുമെന്നുമാണ് ADGPയുടെ മൊഴി. പൂരം കലക്കൽ ഉൾപ്പെടെ 11 വിഷയങ്ങളിലാണ് ADGPയുടെ വിശദമായ മൊഴി രേഖപ്പെടുത്തിയത്. രാഷ്ട്രീയ കേരളത്തെ നടുക്കിയ PV അൻവർ MLA ആരോപണങ്ങളിൽ DGP ദർവേഷ് സാഹിബിന്റെ അന്വേഷണം ശാസ്ത്രീയമായി തുടരുകയാണ്. ഇതിനിടയിലാണ് ADGP MR അജിത് കുമാർ നിർണായക മൊഴി നൽകിയത്. ആരോപണങ്ങൾക്ക് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നും ഗൂഢാലോചനയിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ പങ്കാളികളാണ് എന്നതും ഈ അന്വേഷണത്തെ വലിയ രീതിയിൽ ബാധിക്കും. അന്വേഷണ റിപ്പോർട്ടിന് ശേഷം ഗൂഢാലോചന പ്രത്യേകം അന്വേഷിക്കേണ്ടി വരുമെന്നതാണ് ലഭിക്കുന്ന സൂചന. ദീപക് ധർമ്മടം, 24.